ഹലോ, നമസ്കാരം. ഡ്രീം ക്യാപ്ചറിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സ് എന്ന മൈൽ സ്റ്റോൺ എത്തിയിരിക്കുകയാണ്. 100 സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ഈ 100 സബ്സ്ക്രൈബേഴ്സ് എത്താനായിട്ട് ഒരിക്കലും ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ച് നടക്കില്ല. അതിന് ഈ വീഡിയോ കാണുന്ന എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്ത നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് 100 സബ്സ്ക്രൈബേഴ്സ് ഇപ്പം എനിക്ക് എത്തിക്കാൻ പറ്റിയത് ഇത്രയും പെട്ടെന്ന്. അപ്പോൾ എന്നെ 100 സബ്സ്ക്രൈബേഴ്സ് ആകാൻ വേണ്ടി സഹായിച്ച, അത് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സന്തോഷം. താങ്ക് യു. ഇനി എൻ്റെ കാര്യം പറയുവാണെങ്കിൽ, ഞാൻ ഒരു കാഴ്ച പരിമിതി അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് നിന്നുകൊണ്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതാണെങ്കിലും യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതാണെങ്കിലും ഒക്കെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ എൻ്റെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാലും നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ അത് പറഞ്ഞു തരണം. അതനുസരിച്ച് ഞാൻ ആ തെറ്റുകുറ്റങ്ങൾ മാറ്റി അത് ശരിയാക്കി മാറ്റാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം ഇന്ന് നമ്മൾ നിൽക്കുന്നത് വയനാട് ജില്ലയിലെ തൗഞ്ഞാൽ പഞ്ചായത്തിൽപ്പെട്ട കരിമാനി എന്ന സ്ഥലത്താണ്. ഇവിടെ ഷാജു ചേട്ടൻ്റെ പന്നി ഫാം പരിചയപ്പെടാനാണ് നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് വയനാടുള്ളത് കൊണ്ട് തന്നെ കൂടുതലും കൃഷി സംബന്ധമായ വീഡിയോകളിലേക്കാണ് നമ്മളിപ്പോൾ തൽക്കാലം ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെയുള്ള വീഡിയോസും പുറകെ വരുന്നുണ്ട്. എന്നാലും കുറച്ചധികം കൃഷി സംബന്ധമായ വീഡിയോകൾ കാണും. കാരണം വയനാട്ടിലായതുകൊണ്ട് ഒരുപാട് കർഷകരാണ് വയനാട്ടിൽ ഏറെക്കുറെ ഉള്ളത്. അപ്പോൾ അവരെയൊക്കെ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യണ്ടേ, അതുകൊണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ? നവാ പോവാം. ഫ്രണ്ട്സ്, ഇതുവരെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോകളും ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഈ ഒരു വീഡിയോയും പൂർണ്ണമായിട്ടും എൻ്റെ മൊബൈൽ ഫോണിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. കാരണം എനിക്ക് സ്വന്തമായിട്ടൊരു ക്യാമറ ഇല്ല, അതുകൊണ്ട്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കുറേയേറെ ക്ലാരിറ്റിയുടെ ഇഷ്യൂകൾ, കുറെ ഡാർക്ക് ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നേരിടുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങളോട് താഴ്മയായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. നിങ്ങളെല്ലാവരും അത് അഡ്ജസ്റ്റ് ചെയ്ത് ഈ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും എല്ലാവരും വീഡിയോ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഷാജു ചേട്ടൻ്റെ ഫാം. അപ്പം നമുക്ക് ഷാജു ചേട്ടനെ പരിചയപ്പെടാം. ഷാജു ചേട്ടൻ, അപ്പം ഷാജു ചേട്ടൻ എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക്, ഏത് പ്രൊഫഷനിൽ നിന്നാണ് ഈ ഒരു മേഖലയിലേക്ക് വന്നതെന്ന് ഒന്ന് പറയാമോ? ഞാൻ ഇതിനു മുമ്പ് 6 വർഷം മുമ്പ് ഞാൻ ഗൾഫിലായിരുന്നു. ഞാൻ പ്രവാസി ജീവിതമെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് തുടങ്ങിയതാണ്. അതിനു മുമ്പായിട്ട് ഞാൻ 2000-ൽ ഇവിടെ പന്നി ഫാം തുടങ്ങിയിരുന്നു. അന്ന് ഡ്രൈവറായിരുന്നു. ഡ്രൈവർ പണി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ തുടങ്ങാൻ കാരണം. അങ്ങനെ അതിനെപ്പറ്റി എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വന്ന ശേഷം പിന്നെ ഈ ഫാമിലേക്ക് ഇറങ്ങിയത്, തിരിച്ചത്. അപ്പോൾ പിന്നെ നമുക്ക് ആ ഫാമിലേക്ക് കയറിക്കൊണ്ട് സംസാരിക്കാം അല്ലേ ഏട്ടാ? ശരിയെന്നാ, കാണാം. അപ്പം ചേട്ടാ, ഇതിൻ്റെ വിപണനവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമുക്ക് ഒന്ന് ആ വിപണനത്തെ പറ്റി എല്ലാവരോടും ഒന്ന് പറയാമോ? പറയാതിക്കൊണ്ടിരുന്നത്. പിന്നെ ഇറച്ചിപ്പന്തിന് കൂടെയാണ് പ്രസവത്തിൻ്റെ കാര്യത്തെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങിയത്. അങ്ങനെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിലേക്ക് ഇറങ്ങി. അങ്ങനെയാണ് ഇവിടെ ഈ 100 പന്നീനെ ഒരേ സമയത്ത് പ്രസവിപ്പിച്ച് എടുക്കാനുള്ള ഇത് തുടങ്ങിയത്. കുഞ്ഞുങ്ങൾ ലാഭകരമായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്, നല്ല ഇത് കിട്ടുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വലിയ കംപ്ലൈൻറ്റ് കാര്യങ്ങളില്ലാണ്ട് കൊടുത്തു പോകുന്നു.
അപ്പം ഈ പന്നികൾക്ക് കൊടുക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഇതിന് കൊടുക്കുന്നത്? ഇവിടെ കൊടുക്കുന്ന റെഡിമെയ്ഡ് ഭക്ഷണം മാത്രമേ ഉള്ളൂ. മറ്റ് ഹോട്ടൽ മിച്ച ഭക്ഷണങ്ങളൊന്നും ഇവിടെ കൊടുക്കാറില്ല. ഈ ഫാമിൽ മറ്റ് മിച്ച ഭക്ഷണം കൊടുക്കുന്നില്ലാത്തതുകൊണ്ട് ഈ റെഡിമെയ്ഡായിട്ട് നമ്മൾ കൊടുക്കുന്ന ചോളകം, സോയ, അങ്ങനെ പല മരുന്നുകളും കൂട്ടിയിട്ടുള്ള ഭക്ഷണമാണ് അങ്ങനെയുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നത്. 2 കിലോ വെച്ചിട്ട് അത് ദിവസം കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് എന്തെങ്കിലും രോഗങ്ങളൊക്കെ വരാറുണ്ടോ? അത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ടോ രോഗങ്ങൾ വന്നിട്ട്? ഇതുവരെയും നമുക്കങ്ങനെ രോഗങ്ങൾ ദൈവാനുഗ്രഹിച്ച് വന്നിട്ടില്ല. പക്ഷേ രോഗങ്ങൾ പലതും ഉണ്ട്. അതുകൊണ്ട് കുത്തിവയ്പ്പൊക്കെ അതിനു മുമ്പ് നമ്മൾ നടത്താറുണ്ട്. കുളമ്പ് രോഗത്തിന് കുത്തിവയ്ക്കുന്നുണ്ട്, അതുപോലെ സ്വയം ഫീവറിന് കുത്തിവയ്ക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ മരുന്നുകളും കൊടുക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യം തൊട്ട് നമ്മൾ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഫസ്റ്റ് കൊടുക്കുന്ന അയൺ കൊടുക്കുന്നുണ്ട്. 3 ദിവസത്തിനുള്ളിൽ നമ്മൾ അയൺ കൊടുക്കും. അതുപോലെ 10 ദിവസം കഴിയുമ്പോൾ പിന്നെ രണ്ടാമത്തെ അയൺ കൊടുക്കും, പിന്നെ വിരമരുന്ന് കൊടുക്കും. അങ്ങനെ എല്ലാ മരുന്നുകളും കൊടുത്താണ് കുഞ്ഞിനെ ഉൽപ്പാദിപ്പിച്ച് കുഞ്ഞിനെ കൊടുക്കുന്നത്. ചേട്ടാ, ഇവിടെ മുഴുവനെ കുഞ്ഞു കുട്ടികളെയും, അതായത് കുഞ്ഞു പന്നികളെയും അതേപോലെ തന്നെ വലിയ പന്നികളെയും മാത്രമല്ല കാണുന്നുള്ളൂ. അതിന്റെ ഒരു കാരണം എന്താ? ഇവിടെ ബ്രീഡിംഗ് ഫാമാണ് ഇത് 100 പന്നികളെ കൊടുക്കുന്നത് ബ്രീഡിംഗ് ആയിട്ട് മാത്രമാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ കൊടുക്കുന്ന ഇതേപോലത്തെ കൂടുണ്ടാക്കിയതിൻ്റെ കാരണം ഞങ്ങളിത് ചൈനയുടെ സാധനമാണ് ഇതെല്ലാം. അവിടുന്ന് പൊള്ളാച്ചിയിൽ ഞങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങൾ സ്വന്തമായിട്ട് ഇത് സെറ്റ് ചെയ്ത ഇതാണ്. ഇതിനകത്തുള്ള ഗുണം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ തള്ള കുഞ്ഞിൻ്റെ മുകളിലേക്ക് കിടന്നിട്ട് കുഞ്ഞ് ചത്തുപോകില്ല. കുഞ്ഞുങ്ങളെല്ലാം ഫ്രീ ആയിട്ട് കിട്ടും. മറ്റേ നമ്മൾ കൂട്ടിലൊക്കെ പ്രസവിക്കുകയാണെങ്കിൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഭിത്തിയിലേക്ക് ചാരി ഈ കുഞ്ഞുങ്ങൾ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും വന്ന് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ വന്ന് പാല് കുടിക്കുന്ന സമയത്ത് തള്ള ഏതെങ്കിലും സൈഡിലേക്ക് കിടന്ന് ആ വസ്തു കിടക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ചത്തുപോകും. ഇതാവുമ്പോൾ ഈ പൈപ്പയിലും ഇതേലും തട്ടിയിട്ട് കുഞ്ഞുങ്ങൾ അടിയിൽ കൂടെ കടന്നു പോകാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ തീറ്റപാത്രം ഇങ്ങനെയാണ്. അതുപോലെ തന്നെ ഇതിന് കുഞ്ഞുങ്ങൾക്ക് ഇത് കുടിക്കാൻ വേണ്ടി നിപ്പിൾ സെറ്റ് ഇതുണ്ട്. പിന്നെ തള്ളമാർക്ക് കുടിക്കാൻ ഇവിടെ ഇതുണ്ട്. അപ്പോൾ വെള്ളം കുടിക്കാനോ ഇത് എപ്പോഴും ഡ്രൈ ആയിട്ട് കിടന്നോളൂ. ഇതിനകത്ത് വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും കിടക്കില്ല, അണുക്കളൊന്നും ഉണ്ടാകില്ല. നല്ല കൂട് നല്ല വൃത്തിയായിട്ട് എപ്പോഴും കിടക്കും. കുഞ്ഞുങ്ങൾക്ക് വലിയ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വരില്ല. ചേട്ടാ, ഇത് വേറൊരു സെക്ഷൻ ആണല്ലോ, അതെന്താ അതിന്റെ കാരണം? നിങ്ങളെ ഇങ്ങനെ മാറ്റിയിട്ടേക്കാനുള്ള കാരണം എന്താ? ഇത് നമ്മൾ ആദ്യം ഈ കണ്ടൻ്റെ കൂടെ വിട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ആയി കഴിഞ്ഞാൽ മേലെ കിടന്നിട്ട് ഒരു കൂട്ടിലാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ മേലെ കിടന്ന് കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോകും. അതുകൊണ്ട് ഗർഭിണിയാവുന്ന സമയത്ത് ഞങ്ങൾ ഇതേപോലെ ഓരോരുത്തരായിട്ട് കിടത്താൻ വേണ്ടിയിട്ടാണ് ഈ കൂടിൻ്റെ ഉദ്ദേശം. അപ്പോൾ അത് ഗർഭിണിയായി കഴിഞ്ഞ് 3 മാസം 3 ആഴ്ച 3 ദിവസം വേണം ഒരു പന്നി പ്രസവിക്കണേൽ. ആ പ്രസവിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു 10 ദിവസം പിന്നെ ഈ പ്രസവ കൂട്ടിലേക്ക് കയറ്റും. അതുവരെയും ചെനയുള്ള പന്നികൾ കിടക്കാനാണ് ഈ കൂടിങ്ങനെ സംവിധാനം ചെയ്തിരിക്കുന്നത്. ചേട്ടാ, ഈ നമ്മൾ പട്ടീനെയോ പൂച്ചനെയോ ഒക്കെ വളർത്തുകയാണെങ്കിൽ നമ്മൾ അവരോട് സ്നേഹം പ്രകടിപ്പിക്കും, നമ്മൾ അവർ തൊടും തലോടും. അതേപോലെ ഈ പന്നിക്കുട്ടികളോട് നമുക്ക് അങ്ങനെ എന്തെങ്കിലും അറ്റാച്ച്മെന്റ്, ഇവർ നമ്മളോട് അറ്റാച്ച് ആവുമോ, നമ്മൾക്ക് ഇവരോട് സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റും, ഇവർ നമ്മൾ ഉപദ്രവിക്കുമോ? അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറയാമോ? ഇത് എല്ലാ മൃഗങ്ങളെക്കാളും വളരെ ഇതാണ് ഈ പന്നികൾ വളരെ സ്നേഹിച്ചാൽ നല്ല അടുത്ത് നിൽക്കും. ആ ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ കടിക്കുകയോ പിടിക്കുകയോ ഒന്നുമില്ല. ഏത് പെണ്ണുങ്ങൾക്കും കൂട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. കൂട്ടിൽ കയറി ക്ലീൻ ആക്കുന്നതിനോ പിടിക്കുന്നതിനോ ഏത് ഇതിനാണെങ്കിലും പെണ്ണുങ്ങൾ ചെയ്യുന്നതിനോ ഒരു കുഴപ്പമില്ല. പന്നിക്കുഞ്ഞുങ്ങളെ നമ്മൾ കാണുന്ന ഇതേപോലെ നമുക്ക് പന്നിയുടെ അടുത്ത് പോകാം. അതുപോലെ മുല കുടിക്കുന്ന പന്നികളെ നമുക്ക് കാണാം. ഇതുപോലെ പ്രസവിച്ച് കുഞ്ഞുങ്ങളെ നമുക്കെടുത്ത് നമുക്ക് ഇതിനെ പാല് കുടിപ്പിക്കാൻ വേണ്ടിയൊക്കെ വിടുക. ഇത് ഇന്നലെ ഉണ്ടായ പന്നിയാണ്. ഇത് നല്ല ഇതാണ്. ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇപ്പോൾ അയണ് കൊടുത്തിട്ടുണ്ട് ഇതിന്. ഇനി നമ്മൾ ഇതിനെ ഈ പന്നി തള്ളയുടെ കൂടെ വിടും. തള്ളയുടെ കൂടെ വിട്ട് വൈകുന്നേരം ആയി കഴിയുമ്പോൾ നമ്മൾ ബോക്സിൽ 2 ദിവസത്തേക്ക് എടുത്ത് വെക്കും. കാരണം എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞ് മേലേക്ക് കിടന്ന് ഒന്ന് ആരോഗ്യമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞാൽ ഇതിപ്പോൾ 11 കുഞ്ഞുങ്ങളുണ്ട്. ഇതിന് ഒന്നിനും ആരോഗ്യക്കുറവോ കാര്യങ്ങളൊന്നുമില്ല, നന്നായിട്ട് കിട്ടുന്നുണ്ട്. ചേട്ടാ, അതെ, ആ ഒരു ലൈറ്റ് അതെന്തിനാ? അത് അങ്ങനെ ലൈറ്റിന്റെ ഒരു ആവശ്യം അതെന്താ, എന്തിനു വേണ്ടി ഉണ്ടാക്കിയേക്കുന്നത്? ഇത് റെഡ് ലൈറ്റ് ആണ്. ഇത് പന്നിക്ക് ചൂട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പന്നിക്കല്ല, പന്നി കുഞ്ഞുങ്ങൾക്ക്. അത് പന്നി കുഞ്ഞുങ്ങൾ പ്രസവിച്ച് ചില ഡിസംബറിലോ അല്ല മഴക്കാലമൊക്കെ ആയി കഴിയുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങളെ നമ്മൾ ഇതേപോലെ ഈ ലൈറ്റ് ഉണ്ട്. ഇത് കണ്ടോ, ഈ ലൈറ്റ് ഇതിൻ്റെ ഉള്ളിൽ ചുവന്ന ലൈറ്റാണ്. അപ്പോൾ ആ ലൈറ്റ് ഇട്ട് നമ്മളിങ്ങനെ ചൂട് കൊടുത്തുകൊണ്ടിരിക്കും. ചൂട് കൊടുത്ത് അത് കിട്ടിയാൽ അതിന് ജീവനോട് കൂടി തണുപ്പ് കാര്യങ്ങളൊക്കെ കുറവ് കിട്ടും. നന്നായിട്ട് ഉഷാറായിട്ട് ജീവനോടെ കിട്ടും അതിന്. അല്ലെങ്കിൽ ചിലതൊക്കെ ഈ വിറച്ച് ചത്തുപോകും, തണുപ്പടിച്ച് ചത്തുപോകും, അങ്ങനെയൊക്കെ വരും. പിന്നെ ഇത് മിസ്റ്റാണ്. ഇത് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേനൽക്കാലം ആയി കഴിയുമ്പോൾ നമ്മൾ ഇതിട്ടിട്ടുണ്ടെങ്കിൽ വെള്ളക്കുറവ് മതി. ഈ സ്പ്രേ ആയിട്ട് മഞ്ഞ് പോലെ വെള്ളം വന്ന് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര ഇതാണ്ട് ചൂടുണ്ടെങ്കിലും ഇങ്ങനെ മഞ്ഞ് പോലെ വെള്ളം വരുമ്പോൾ പന്നി തണുത്ത് നല്ല ഇതായിട്ട് കിടക്കും.
പിന്നെ സ്പ്രിംഗ്ലെയർ ഉണ്ട്. സ്പ്രിംഗ്ലെയർ നമ്മൾ കഴുകാനോ അല്ലെങ്കിൽ വലിയ ചൂടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പ്രിംഗ്ലെയർ ഇട്ട് അതിന് തണുപ്പിക്കും. ഇതാണ് നിപ്പിളിൽ വെള്ളം വരുന്നത്. ആ നിപ്പിളിൽ പന്നി ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വെള്ളം അധികം വേസ്റ്റ് ആയിട്ട് പോവുകയില്ല, ആവശ്യത്തിന് പന്നിക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ കൊടുക്കും. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കാണ് ഈ താഴെ കാണുന്ന ചെറിയ നിപ്പിള്, ഇതിനകത്ത് വെള്ളം ഇങ്ങനെ വന്ന് കിടന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതാണ് നമ്മൾ തീറ്റ കൊടുക്കുന്ന പാത്രം. ഇതിനകത്തേക്ക് നമ്മൾ രാവിലെയും വൈകുന്നേരം അല്ലെങ്കിൽ 2 നേരം തീറ്റ ഇട്ട് കൊടുക്കുന്നത്. അത് തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേസ്റ്റ് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കളയാൻ വേണ്ടി പറ്റും. ഇതിനകത്ത് അത് വെള്ളം ഒഴിച്ച് നമുക്ക് കഴുകി നല്ല വൃത്തിയാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അടയ്ക്കാൻ സിമ്പിളായിട്ട് നമുക്ക് അടയ്ക്കാൻ പറ്റും. പന്നീനെ നമ്മൾ ഈ കൂട്ടിലേക്ക് കയറ്റുന്ന ഇതേപോലെ ഡോർ തുറന്ന് ഇങ്ങനെ നമുക്ക് കൂട്ടിലേക്ക് കയറ്റാൻ പറ്റും. അതുപോലെ തന്നെ ഇറക്കാൻ പറ്റും. ഇതിനനുസരിച്ച് നമുക്കിത് കുറച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഓരോ പന്നിയുടെ വലിപ്പത്തിനനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനനുസരിച്ച് നമുക്ക് കൂട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതേപോലെ ഇതിൻ്റെ കൊളുത്തുണ്ട്. എത്ര വേണമെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ നമുക്ക് മാറ്റി ഇതിനെ വലുതാക്കാനും ചെറുതാക്കാനും പറ്റും. അപ്പം ഇതിന്റെ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെ സ്വാഭാവികമായിട്ടും ഉള്ളതാണോ, അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഇതിൽ കുത്തി വെച്ചിട്ടാണോ അതിന്റെ ആ ഒരു ബ്രീഡിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? അതെങ്ങനെയാണ്? ഇപ്പോൾ പന്നിക്കുള്ളത് കുത്തിവെപ്പ് പശുവിന് ഒക്കെ കൊടുക്കുന്ന പോലെ തന്നെ കുത്തിവെപ്പ് ഇല്ല. ഇപ്പോൾ നിലവിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന കണ്ടൻ ക്രോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നമുക്ക് ക്രോസിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് 4 പന്നി ഇവിടെ കണ്ടന്മാരുണ്ട്. അത് ഇവിടെ കാണിച്ചു തരാം. ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെയാണ് അത് നമ്മുടെ ഇതിൻ്റെ സമയം എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മതി ഇളകി കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഈ പന്നി വേറെ ഒരു പന്നിയുടെ തള്ളയാണ്, പെണ്ണാണെങ്കിൽ ആ പെണ്ണിൻ്റെ മുകളിലൊക്കെ കയറാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ നമ്മൾ കണ്ടൻ്റെ കൂടെ കണ്ടൻ്റെ റൂമിലേക്ക് ഈ കാളി പന്നീനെ കൊണ്ടുവിടും. അവിടെ കൊണ്ടുവിട്ട് നമ്മൾ ഒരു ക്രോസിങ് കഴിഞ്ഞ് 2 ക്രോസിങ് വരെ നമ്മൾ ഒരു ദിവസം ഇടും കൂട്ടിലിട്ടതിന് ശേഷമാണ് നമ്മൾ പന്നീനെ മാറ്റുന്നത്. അന്നേരത്തിന് ഇതായിട്ടുണ്ടാവും. അങ്ങനെ കണ്ടന്റ് കൂടെ നിന്ന് വിട്ട് നമുക്ക് 114 ദിവസമാണ് മൊത്തം വേണ്ടത് ഒരു പന്നി പ്രസവിക്കാൻ വേണ്ടി. 3 മാസം 3 ആഴ്ച 3 ദിവസം ആണ് കണക്ക്. 114 ദിവസം അതിൻ്റെ ഉള്ളിലാണ് പന്നി നമുക്ക് പ്രസവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു 60 ദിവസം വരെ പന്നി കുഞ്ഞിൻ്റെ തള്ളയുടെ പാല് കുടിപ്പിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുഞ്ഞിനെ പിരിക്കും. കുഞ്ഞിനെ പിരിച്ചിട്ട് നമ്മൾ വേറെ സെക്ഷനിലേക്ക് മാറ്റിയിടും. ഈ കുഞ്ഞ് ഇതിനെ കുറച്ചും കൂടെ ഒന്ന് ഉഷാറാവുന്നതിന് പാല് കുടിച്ചൊക്കെ തടിയൊക്കെ കുറഞ്ഞ് ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് ഉഷാറാവുന്നതിന് അത് തീറ്റയെല്ലാം കൊടുത്ത് 2 ആഴ്ച 3 ആഴ്ചയ്ക്ക് ശേഷം പിന്നെ ക്രോസിങ്ങിന് വേണ്ടി നമ്മൾ 2ാമത് പിന്നെയും വിടും. ഇതാണ് നമ്മുടെ ക്രോസ് ചെയ്യുന്ന കണ്ടൻ. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കാളിപ്പന്നീനെ വിട്ടിട്ടുണ്ട്. അത് രാവിലെ കയറ്റി വിട്ടതാണ്. അത് ഇന്ന് വൈകുന്നേരം ആയി കഴിയുമ്പോൾ അതിനെ നമ്മൾ മാറ്റും. ഇപ്പോൾ ഇതാണ് ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ ബ്രീഡിങ് ചെയ്യുന്നത്. ഡൂറോക്കിൻ്റെ പന്നിയാണ്. ഇവിടെ 3 ഐറ്റമാണ് പന്നി ഉള്ളത്. ഒന്ന് ഡൂറോക്ക്, ഒന്ന് ലാർജ് വെയിറ്റ്, ഒന്ന് ആംഷെയർ. അതിൽ ഡൂറോക്കിൻ്റെ ഇതാണ് ഒറിജിനലൊന്നും ഇവിടെ നമുക്ക് കിട്ടലില്ല. ഡൂറോക്കിൻ്റെ ക്രോസ് ആണ്. ഞങ്ങൾ 3 വേ ക്രോസിങ് വരെ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാർജ് വെയിറ്റിൻ്റെ കുഞ്ഞിനെ കൊണ്ട് തള്ളേനെ കൊണ്ട് നമ്മൾ ഡൂറോക്കിൻ്റെ ക്രോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡൂറോക്കിൻ്റെ കുഞ്ഞിനെ തള്ളേനെ നമ്മൾ ലാർജ് വെയിറ്റിനെ കൊണ്ട് ചെയ്യും. അങ്ങനെ മാറി മാറി ചെയ്യുന്നുണ്ട്. ചേട്ടാ, ഇവിടെ കുറെ കുഞ്ഞ് പന്നിക്കുട്ടികളെ കാണുന്നുണ്ടല്ലോ. ഇതൊക്കെ എന്താ, ഇത് എത്ര മാസമായ കുഞ്ഞുങ്ങളായത്? ഇതൊക്കെ പല ഇനങ്ങളാണോ? അങ്ങനെയാണെങ്കിൽ ഇത് ഏതൊക്കെ ഇനങ്ങളാണ് എന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് വിവരിച്ചു കൊടുക്കാവോ? ഇപ്പോൾ തള്ളയുടെ കൂടെ നിന്ന് പിരിച്ചാണ്. ഇതിപ്പോൾ പിരിച്ചിട്ട് ഇപ്പോൾ 2-3 ദിവസമായിട്ടുള്ളൂ. ഇത് കുറച്ചൊക്കെ തീറ്റ തിന്നാൻ തുടങ്ങി, നല്ലോണം തീറ്റയൊക്കെ തിന്നാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ കൊടുക്കുള്ളൂ. ഈ കുഞ്ഞുങ്ങൾ അധികവും കയറി പോകുന്നത് അങ്കമാലി, തൃശ്ശൂർ സൈഡിലേക്കാണ് കൂടുതൽ കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ഒക്കെ വന്നപ്പോൾ ഇച്ചിരി കുറവുണ്ട്. എന്നാലും കൊടുക്കുന്നത് ഇതിനാണ്. തീറ്റയുടെ വളരെ കുറവുണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് ദിവസം കൂടി, ഒരു 10-15 ദിവസം കഴിയുമ്പോഴത്തേനും ഇതിന് കൊടുക്കും. ഇതിനൊരു കുഞ്ഞിന് നമ്മളിപ്പോൾ 4200 4500 രൂപ ഒരു വിലയുണ്ട്. പക്ഷേ ഞങ്ങളിപ്പോൾ മേടിക്കുന്നത് 4000, ഇവിടെ ഫാം റേറ്റ് കൊടുക്കുന്നത് 4000-നാണ് കുഞ്ഞിനെ കൊടുക്കുന്നത്. അത് ലാർജ് വെയിറ്റിൻ്റെ ഉണ്ട്, ആംഷെയറിൻ്റെ ഉണ്ട്, എല്ലാ ഐറ്റവും ഉണ്ട്. അപ്പോൾ അവർ ഇവിടെ വന്ന് ഫാമിൽ വന്ന് അവർ കുഞ്ഞിനെ എടുത്തിട്ട് പോകും. അവർ 100 കുഞ്ഞ്, 200 കുഞ്ഞ്, 50 കുഞ്ഞ്, അങ്ങനെ പല ആൾക്കാരും വരും. ഇത്ര കുഞ്ഞിനെ വേണമെന്ന് പറയും. ഞങ്ങൾ ആദ്യമൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 3 മാസം മുന്നേ അഡ്വാൻസ് മേടിക്കുമായിരുന്നു. എന്നിട്ടായിരുന്നു കുഞ്ഞിനെ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും അതുപോലെ തന്നെ ആർക്കെങ്കിലും നേരത്തെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അഡ്വാൻസ് മേടിക്കും. അഡ്വാൻസ് മേടിച്ച് 3 മാസം കൊണ്ട് നമ്മൾ കുഞ്ഞിനെ കൊടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, ഒരു കുഞ്ഞിപ്പന്നിനെ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ കാര്യം എങ്ങനെയാ? ഭയങ്കര കുഞ്ഞിപ്പന്നിനെ കാണുന്നുള്ളൂ. അതെന്താ അതിന്റെ കാര്യം എങ്ങനെയാ? ഇതിപ്പോൾ പ്രസവിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് ഫസ്റ്റിലത്തെ കുഞ്ഞ് പ്രസവിച്ചിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ പ്രസവിക്കാൻ വേണ്ടി ഇത് വേദന കൊണ്ട് ഇങ്ങനെ കിടക്കുന്നതാണ്. അതാണ് പന്നി ഇപ്പോൾ ഇങ്ങനെ വേദന കൊണ്ട്. ഇതിപ്പോൾ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾ ഇതേപോലെ ഒരു പാട ഉണ്ടാവും. ആ പാട തന്നെ അങ്ങോട്ട് പൊളിഞ്ഞ് ഇതായിട്ട് പോകും.
പിന്നെ ഈ പൂക്കള് നമ്മൾ ആദ്യമൊക്കെ കെട്ടണമായിരുന്നു. അത് കെട്ടുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചിട്ടാണ് ആദ്യം കട്ട് ചെയ്തിട്ട് നമ്മൾ കെട്ടും. കാരണം ഇതേപോലെ പൂക്കൾ മുറിച്ച് ബ്ലേഡിന് മുറിച്ച് കളഞ്ഞ് ഐഡിയ തൂക്കുമായിരുന്നു. പക്ഷെ ഇങ്ങനെ കൂടിങ്ങനെ ഇത് മാറ്റിയോണ്ട് കൂടി അതിൻ്റെ ആവശ്യമില്ല. ഇത് കരിഞ്ഞ് ഇതായിട്ട് മാറിക്കോളും. ഇത് അവർ പ്രസവിച്ച് പറയും. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ നിൽക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് പ്രസവിച്ച് കഴിഞ്ഞിട്ടുണ്ട് തള്ളയുടെ അടുത്ത് ഇതേപോലെ കിടന്ന് റെഡി ആയിക്കോളും. പാല് കുടിച്ച് റെഡി ആക്കും. എത്ര എണ്ണം ഉണ്ടാവുന്ന ഒറ്റ പ്രസവത്തിൽ എത്ര എണ്ണം ഉണ്ടാവും ചേട്ടാ? ഇത് ഒറ്റ പ്രസവത്തിൽ എത്ര എണ്ണം വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു ഒറ്റ പ്രസവത്തിൽ? ചിലത് 14 ഉണ്ടാവും, ചിലത് 12, ചിലത് 10, 8. അങ്ങനെ അത് കൃത്യമായിട്ട് എത്രയാണെന്ന് പ്രത്യേകമായിട്ട് പറയാൻ പറ്റില്ല. അത് ഓരോ ഇതുപോലെയാണ്. 8 കുറയാണ്ട് ആവറേജ് കിട്ടും. നമുക്ക് ഒരു 12, 14 വരെയൊക്കെ കിട്ടിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. ചേട്ടാ, ഈ പന്നി ഫാമിലേക്കുള്ള വെള്ളത്തിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പിന്നെ ഇവിടെ ഒരു സംഭവം കാണുന്നുണ്ടല്ലോ, അതെന്താ? അതൊന്ന് വിശദീകരിച്ചു തരാമോ? ഇത് മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും വെള്ളം മോട്ടർ വെച്ച് അടിച്ച് കുളത്തിൽ നിന്ന് കയറേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം നമ്മൾ മഴവെള്ള സംഭരണിയുണ്ട്. 50,000 ലിറ്ററിൻ്റെ ടാങ്കാണ് ഇത്. അതിലേക്ക് ഈ വെള്ളം മുഴുവൻ ഇതിൻ്റെ മുകളിൽ നിന്ന് വരുന്ന 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ 50,000 ലിറ്റർ വെള്ളമാവും ശരിക്കും മഴയാണെങ്കിൽ. അപ്പോൾ മഴക്കാലത്ത് ഞങ്ങൾ മോട്ടർ വെച്ച് വെള്ളം അടിക്കേണ്ട ആവശ്യം വരുന്നില്ല, കുളത്തിൽ നിന്ന് കൊണ്ടുവരേണ്ടി വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ കാണുന്നത് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രസവക്കൂട്ടിൽ നിന്ന് വരുന്ന വേസ്റ്റ് സാധനങ്ങളെല്ലാം ഇതേപോലെ താഴേക്ക് വീഴും. താഴേക്ക് വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് രാവിലെ അടിച്ച് വാരി വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിൻ്റെ പണി കഴിയും. ഇതാണ് ഏറ്റവും ഇതായിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ഏറ്റവും എളുപ്പം പണി എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് വെള്ളം അടിച്ചു വിട്ടിട്ടുണ്ട് ബയോഗ്യാസിലേക്ക് പോകും. ബയോഗ്യാസ് 4ൻ്റെയും 3ൻ്റെയിലേക്കാണ് കറക്റ്റ് പോകുന്നത്. അത് നേരെ ഡയറക്റ്റ് അങ്ങോട്ടാണ് ഇത് പോകുന്നത്. പിന്നെ ഇവിടെ അതിൻ്റെ ഗ്യാസ് ഉണ്ട്. ഗ്യാസ് നമ്മൾ അടുത്ത വീട്ടിലേക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, സപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ആ ഗ്യാസ്. അത് ശരി. അത് ഒരു നല്ല കാര്യമാണല്ലോ. എന്തായാലും എല്ലാവരും അങ്ങനെ സഹായിക്കാനുള്ളൊരു മനസ്സെന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയത്. ചേട്ടാ, ഇവിടെ ഒരു സംഭവം കാണുന്നുണ്ടല്ലോ, ആ ഒരു പഴയകാല നിർമ്മിതി പോലെ. അതെന്താ സംഭവം? അത് എന്തിനു വേണ്ടി, എന്തെങ്കിലും കെട്ടിടമാണോ, എന്തിനെങ്കിലും വേണ്ടി ഉണ്ടാക്കിയതാണോ അത്? ആ കെട്ടിടം 2000 ഞാൻ ഉണ്ടാക്കിയതാണ്. 2000 എനിക്ക് പന്നി വളർത്തലുണ്ടായിരുന്നു. അപ്പോൾ 2000 ഞാൻ പന്നി വളർത്തിക്കൊണ്ടിരുന്നത് ഈ ബിൽഡിങ്ങിലായിരുന്നു. ഇവിടെ അന്ന് ഡ്രൈവർ പണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ സാമ്പത്തിക ബുദ്ധിമുട്ട് ഈ കൃഷിയിലേക്ക് ഇറങ്ങാൻ കാരണം എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഓരോ പരിപാടിക്ക് എല്ലാവരും ഇത് എല്ലാ കടം കയറി ഇതൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പന്നീനെ പറ്റി ആലോചന വന്നത്. അങ്ങനെയാണ് ആദ്യം 2000 ഞാൻ ഫാം തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഇതാ ഈ കാണുന്ന ബിൽഡിംഗ് ആണ്. ഇതിൽ 6 റൂം ഉണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ആദ്യമായിട്ട് കൊണ്ടുവന്ന 3 പന്നിക്കുഞ്ഞിനെയാണ് ആദ്യം മേടിച്ചുകൊണ്ട് വന്നത്. അന്നൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് 2000 ഇറച്ചിക്ക് വില 40 രൂപ വിലയുള്ളൂ. അന്ന് കുഞ്ഞിന് 1000 രൂപ കൊടുത്താൽ മതിയായിരുന്നു. അങ്ങനെ എനിക്ക് 3 കുഞ്ഞിനെ മേടിക്കാനുള്ള പൈസ അന്ന് സാമ്പത്തികം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ 3 കുഞ്ഞിനെ മേടിച്ച് ഇവിടുന്നാണ് ഞാൻ തുടങ്ങുന്നത്. 2000 തുടങ്ങി ഞാൻ 2004 ആയപ്പോഴത്തേനും ഒരുവിധമൊക്കെ പച്ച പിടിച്ചൊക്കെ വന്നപ്പോഴത്തേനും എനിക്ക് ഗൾഫിൽ പോകേണ്ടി വന്നു. അങ്ങനെ ഞാൻ ഗൾഫിലേക്ക് പോയി അങ്ങനെ പൂട്ടേണ്ടി വന്നു. ഇവിടെ ഞാൻ ആളെ ഏൽപ്പിച്ചിട്ടായിരുന്നു പോയത്. പക്ഷേ വന്നപ്പോഴത്തേനും ആള് എല്ലാം കൂടെ ഇതാക്കി കളഞ്ഞ് അങ്ങനെ അത് നിർത്തേണ്ടി വന്നു. അപ്പോഴും നമ്മുടെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, വന്നു കഴിയുമ്പോൾ ഒരു ഫാം തുടങ്ങണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഫാം രണ്ടാമത് തുടങ്ങാൻ വേണ്ടത്. 2014 ഞാൻ തിരിച്ച് വന്നു. എനിക്കൊരു പാർട്ണറുണ്ട്, ജോർജ് പള്ളിച്ചാങ്കുടി എന്ന് പറഞ്ഞാണ്. ആളുടെ വീട് മാനന്തവാടിയാണ്, റിട്ടയർഡ് SI ആണ്, ടീച്ചറുമാണ്. അപ്പോൾ പുള്ളിയോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ ഈ ഫാമിനെ പറ്റി ചോദിച്ചു, ഇങ്ങനെ കൂടുന്നുണ്ടോ, പന്നി ഫാം തുടങ്ങാൻ വേണ്ടിയാണ്, സാമ്പത്തികമായിട്ട് നല്ല പൈസ വേണം, അങ്ങനെ ഞങ്ങൾക്ക് ഇതിനൊന്ന് കൂടാതെ. ആള് പറഞ്ഞ പാടെ എന്നെ പറഞ്ഞു, ഞാൻ റെഡിയാണ്, ഞാൻ പാർട്ണർഷിപ്പ് കൂടുന്നതിന് എനിക്ക് പരാതിയില്ല, കുഴപ്പമില്ല, ഞാൻ കൂടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും പുള്ളിയും കൂടെയാണ് രണ്ടാമത് കൂട് 2014 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു കൂടിന് വേണ്ടിയിട്ട് തന്നെ ഈ പ്രസവ കൂട് ഉണ്ടാക്കി നമുക്ക് 80 ലക്ഷം രൂപ മുടക്കുണ്ട് ഈ കൂടിന് വേണ്ടിയിട്ട്. അതൊന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നാലും നമുക്ക് സമാധാനം ഇതുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു നല്ലൊരു കൂട് പണിയാനും ഇതിനകത്തേക്ക് ഞങ്ങളുടെ പാർട്ണർ നല്ല സഹകരണമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു കൂട് പണിയാൻ സാധിച്ചു. പന്നിക്കുട്ടികളൊക്കെ വിൽക്കുമ്പോഴേ വാഹനങ്ങളിലേക്ക് കയറ്റുന്നത് എങ്ങനെയാണ്? നമ്മൾ കൈ കൊണ്ട് തന്നെ കയറ്റാൻ പറ്റുമോ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മിഷനറീസ് ഇതിനായിട്ടുണ്ടോ? ഇത് ഇവിടെ ഈ ചെന്നൈയുള്ള പന്നികളും അതുപോലെ പ്രസവിക്കാനുള്ള പന്നികളൊക്കെ ആകുമ്പോൾ നമുക്ക് മറ്റേ ഇറച്ചി പന്നിനെ കയറ്റുന്നാലോ വലിച്ച് അടിക്കാനോ വലിച്ച് വണ്ടിയിലേക്ക് കയറ്റാനോ ഒന്നും പറ്റില്ല. അതിനെ വളരെ ഇതായിട്ട് മാത്രം കയറ്റിയാൽ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിന് നമുക്ക് ഇവിടെ ക്രെയിൻ ഉണ്ട്. ക്രെയിൻ സംവിധാനം വെച്ചിട്ടാണ് നമ്മൾ കയറ്റുന്നത്. അതെങ്ങനെ കയറ്റുന്നത് നമ്മൾ കാണിച്ചു തരാം.
പറഞ്ഞാൽ എന്താ സംഭവം? ഇത് തുമ്പൂർ മൊഴി എയറോ കമ്പോസ്റ്റ് സിസ്റ്റം എന്നാണ് പറയുന്നത്. ഇത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഈ കോഴിന് പന്നിയുടെ വേസ്റ്റ് തീട്ടം ഇതെല്ലാം കൂടെ പൊടിയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് പൊടിഞ്ഞ് ഇത് നമുക്കൊരു 3 മാസം കൊണ്ട് നമുക്ക് ഇത് പൊടിഞ്ഞ് നല്ല ചാണകപ്പൊടി പോലെ പൊടിച്ചെടുക്കാൻ പറ്റും. അതിന് ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ചോദിച്ചാൽ 4 അടി പൊക്കം, 4 അടി ഹൈറ്റ്, 4 അടി വീതി, 4 അടി നീളം സിസ്റ്റത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇതിനെല്ലാം ഇത് തുളകൾ ഇങ്ങനെയാണ്. ഇതിനകത്തോടെ എയർ കയറിയിട്ടാണ് ഇതിനെ ഇതാക്കുന്നത്. ഇത് വലുതാക്കി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പറ്റില്ല. ഇത് 4 അടി എന്ന് പറയുന്നത് 4 അടി തന്നെ ആയിരിക്കണം. ഇതിനകത്ത് ആദ്യം നമ്മൾ 4 ഇഞ്ച് കനത്തിൽ ചാണകം ഇടും. അത് 4 ഇഞ്ച് കനത്തിൽ അതിൻ്റെ മുഖത്ത് കരിയില ഇടും. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ വേസ്റ്റ് ഇടുന്നത്. അങ്ങനെ ഓരോ ഇത് ഇട്ടിട്ട് ഇങ്ങനെ ആയി ഇത് ഫുള്ളായി കഴിയുമ്പോൾ നമുക്ക് വെച്ച് 1 മാസം കൊണ്ട് നമുക്ക് പൊടിഞ്ഞ് ഈ ചാണകപ്പൊടി പോലെ അടിച്ച് നമുക്ക് വളമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സിസ്റ്റമാണ് ഇത്. ചേട്ടാ, ഈ കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഒക്കെ ഈ ഒരു മേഖലയിൽ ചേട്ടനെ സഹായിക്കാൻ എങ്ങനെയാണ്? അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അതോ എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ എന്ന് പറയാമോ? എനിക്ക് ഭാര്യയും മോനും മോളുമാണുള്ളത്. രണ്ടുപേരും ഇപ്പം ഒരാൾ എൻജിനീയറിങ് കഴിഞ്ഞിരിക്കുന്നു, മോള്, പിന്നെ മോനെ ഇപ്പോൾ BE പഠിക്കുന്നു. രണ്ടുപേരും എല്ലാ കാര്യത്തിലും സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിലും വരും, എല്ലാം കൂടും. ഇപ്പോൾ ഇതാ മോനെ തീറ്റയെടുക്കാൻ വേണ്ടി വടകരയ്ക്ക് പോയിരിക്കുകയാണ്, പിക്കപ്പ് കൊണ്ട് പോയിരിക്കുകയാണ്. മോളുണ്ട്. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ കൊറോണയൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പം എന്ത് ചെയ്യണം എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ അവർക്ക് സ്വന്തം ഇങ്ങനെ ഒരു പ്ലാന് തോന്നി, ഇങ്ങനെ ഒരു പന്നി കൂടി നമുക്കും കൂടി ഉണ്ടാക്കിയാൽ എന്താ എന്നുണ്ട്. അവർ രണ്ടുപേരും കൂടി ആലോചിച്ച് എന്നോട് ഇങ്ങനെ ഇതിനെപ്പറ്റി ഒരു കാര്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, നല്ല കാര്യമാണ്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ ആവശ്യത്തിനുള്ള പൈസയ്ക്കും ഇതിനൊക്കെ ആയിട്ട് നിങ്ങൾ തുടങ്ങിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ കൂട് അവർ രണ്ടുപേരും കൂടെ പണിത് അവർക്ക് പന്നിക്കുഞ്ഞിനെയും കൊടുത്ത് അവർ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പാർട്ണറോട് നമ്മൾ ചോദിച്ചു, ഇങ്ങനെ ഞങ്ങൾ വേറെ ഒരു പാർട്ണർ ഉള്ളതുകൊണ്ട് എനിക്ക് പുള്ളിയോടും കൂടെ ചോദിക്കാണ്ട് അങ്ങനെ ഒരു അനുവാദം കൊടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ പാർട്ണറോട് ചോദിച്ചു, ഇങ്ങനെ അവർ ഇങ്ങനെ ഒരു ആഗ്രഹം പറയുന്നുണ്ട്, എന്താ ചെയ്യുന്നത്? അവരും ഫുൾ സപ്പോർട്ടാണ് പറഞ്ഞത്. അവർക്ക് കൊടുത്ത് അവർ ചെയ്യട്ടെ, അവർ ചെയ്ത് പഠിക്കട്ടെ, അവർക്ക് ഇതുകൊണ്ടുള്ള ഇത് കിട്ടട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവർക്ക് രണ്ടുപേർക്കും കൂടെ ആയിട്ട് ഇത്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്, ഇത് പണി കാര്യങ്ങളൊക്കെ ഇത് പണിതയിലൊന്നും വലിയ പൈസ പുറത്ത് കൊടുക്കേണ്ടി വന്നിട്ടില്ല. എല്ലാം ഞാനും കൂടെ കൂടി ചെയ്ത് അവർക്ക് കൊടുത്താണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും അവർ രണ്ടുപേരാണ് നോക്കി ഇതിനെ വളർത്തുന്നത്. കുഴപ്പമില്ലാണ്ട് ചെയ്യുന്നുണ്ട്. ചേട്ടാ, ഈ ഇറച്ചിപ്പന്നികളൊക്കെ ഏത് സെക്ഷനിൽ അവരെ ഒന്ന് കാണിച്ചു തരുമോ? ഇപ്പോൾ കുറവാണുള്ളത്, എന്നാലും മേലെ ഫാമിൽ ഉണ്ട് പന്നികൾ, അത് കാണിച്ചു തരാം.
അപ്പം നമ്മളങ്ങനെ ഇറച്ചിപ്പന്നികളുടെ ഫാമിൽ എത്തിയിരിക്കുവാണ്. ഈ ഫാമിനെ കുറിച്ച് ഷാജേട്ടന് ഈ എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് ഈ ഒരു ഫാമിനെ പറ്റി വിശദീകരിച്ച് കൊടുക്കാനുള്ളത്? ഈ ഇറച്ചി ഫാമിനെ ഇത് 2014 വന്നു കഴിഞ്ഞപ്പം ഫസ്റ്റ് തുടങ്ങുന്നതാണ് ഈ ഫാം തുടങ്ങി ഒരുവിധം കുഴപ്പമില്ലാണ്ടൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ഡോക്ടർ അനിൽ ചക്രിയ എന്ന് പറഞ്ഞ ഡോക്ടറുണ്ട്. കൽപ്പറ്റയാണ് പുള്ളി. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഓഫീസറാണ്. ഭാര്യയും ഡോക്ടറാണ്. അങ്ങനെ ആ ഡോക്ടർ ഇവിടെ വന്ന് ഈ ഫാമെല്ലാം കാണുകയും ഈ ഫാമിന് വേണ്ട സപ്പോർട്ടുകൾ മുഴുവൻ തന്നതും ഈ അനിൽ ചക്രിയ ഡോക്ടറാണ്. അങ്ങനെ ഞങ്ങൾ ഗവൺമെൻറ് തലത്തിൽ കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കൊല്ലം ഞങ്ങൾ ഒരു ടൂറൊക്കെ സംഘടിപ്പിച്ചു. ആ ടൂർ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റാണ് പൈസ മുടക്കിയത്. ഞങ്ങൾക്ക് 2 ദിവസത്തെ പ്രോഗ്രാമായിരുന്നു. അതിൽ ഞങ്ങൾ ഒരു ബസ് ആൾക്കാർ ഇതിനു വേണ്ടി പോയി. അങ്ങനെ പോയി ഞങ്ങൾ ഇതെല്ലാം നല്ല പൊള്ളാച്ചിയിലൊക്കെ പോയി അങ്ങനെ പുതിയ ഫാമുകളൊക്കെ കാണാൻ പറ്റി, ഒരിടത്ത് കാണാൻ പറ്റി. അങ്ങനെയൊക്കെ ആയി. അനിൽ ചക്രി സാറിൻ്റെ നിർബന്ധ കാരണവും അയാളുടെ സപ്പോർട്ടും കൊണ്ടാണ് ഞാൻ ഈ പുതിയ ഫാമിനെ പറ്റി ആലോചിക്കാനുള്ള കാരണം. അങ്ങനെയാണ് ഞാൻ ഈ പുതിയ ഫാം പണിയാനുള്ള തുടക്കമിട്ട്. പിന്നെ നമ്മുടെ PFA എന്ന് പറഞ്ഞ പുതിയ നമ്മുടെ ഒരു സംഘടനയൊക്കെ ഉണ്ട്, പന്നി കർഷകരുടെ. അതിൽ നല്ല സജീവമായിട്ടുള്ള പങ്കാളിത്തമുണ്ട്. പന്നി കർഷകർക്ക് വേണ്ടതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ WSS എന്ന് പറഞ്ഞ നമ്മുടെ വയനാട് സൊസൈറ്റി ഉണ്ട്. അതിലും സാറാണ് നമ്മുടെ അനിൽ ചക്രി സാറാണ് നമ്മുടെ ഏറ്റവും നല്ല ഈ കാര്യത്തെപ്പറ്റിയൊക്കെ പറഞ്ഞു തരാനും പന്നിയെപ്പറ്റി പറഞ്ഞു തരാനും പന്നിക്ക് വേണ്ട മരുന്നുകൾ കാര്യങ്ങൾ എല്ലാം തരുന്നതും എല്ലാ സപ്പോർട്ടും പ്രചോദനങ്ങളും എനിക്ക് തരുന്ന സാറാണ്. അപ്പോൾ സാറ് തന്നെയല്ല, സാറിൻ്റെ വൈഫും ഇതുപോലെ തന്നെ ഡോക്ടറാണ്. പുള്ളിക്കാരത്തെയും എനിക്ക് വേണ്ട ഇതൊക്കെ തരുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഫാം ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഇതുകൊണ്ടാണ് ഇപ്പോൾ ഈ രണ്ടാമതൊരു ഫാം എടുക്കാനും അതിൻ്റെ ഈ ഫാമിൽ നല്ല പണിക്കാരൊക്കെ കിട്ടി. അവരിപ്പോൾ നേപ്പാളികളാണ് ഇപ്പോൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ആ പണിക്കാരൊക്കെ ഫാമിലിയായിട്ട് നിൽക്കുന്നു. അവർക്കൊരു മാസം 25,000 രൂപ വെച്ച് ശമ്പളം കൊടുക്കണം. അപ്പോൾ 2 ഫാമിലിയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ കൊറോണ കാരണം ഇപ്പോൾ ഒരു ഫാമിലിനെ ആക്കി. ബാക്കി ഞാനും കുടുംബവും എല്ലാവരും കൂടെ കൂടിയിട്ട് ഇതിന് വേണ്ട പണികളൊക്കെ എടുക്കുന്നു. അവരുടെ കൂടെ രാവിലെ തൊട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മളുണ്ടാവും. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവരും കൂടെ കൂടി ചെയ്തുകൊണ്ട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ലാണ്ട് പോകുന്നുണ്ട്. ഈ കൊറോണയുടെ സമയത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അനുഗ്രഹം കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റി. അതിൽ വളരെ നന്ദി. ഷാജിച്ചേട്ടൻ്റെ ഫാം കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഷാജിച്ചേട്ടൻ ഒറ്റൊരാളുടെ കഠിനാധ്വാനം കൊണ്ടാണ് ഇത് ഇത്രയൊക്കെ ആയി വന്നത്. എന്തായാലും ഇത്രയൊക്കെ ആക്കിയെടുത്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആ ഒരു കഠിനപ്രയത്നത്തിൻ്റെ ഫലം ഈ ഒരു ഫാമിൽ നമ്മൾ വരുമ്പോൾ കാണാനുണ്ട്, അതിന് ലാഭം കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ഇത്രയും നല്ലൊരു ഫാം ഇങ്ങനെ കാണാൻ പറ്റിയതിൽ. ഇനി ഈ ഒരു മേഖലയിലേക്ക്, ഈ ഒരു പന്നി വളർത്തൽ എന്നൊരു മേഖലയിലേക്ക് കടന്നു വരുന്ന പുതു കർഷകരോട് ചേട്ടൻ എന്തെങ്കിലും ഒരു സന്ദേശം കൊടുക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് അവർക്കൊരു സന്ദേശം കൊടുക്കാമോ? ഇപ്പം പന്നി വളർത്തുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് എൻജിനീയർമാർ, ഡിഗ്രി കഴിഞ്ഞവർ, അതുപോലെ ഗൾഫിൽ ജോലി 2 ലക്ഷം രൂപ വരെ ശമ്പളം മേടിച്ചവരൊക്കെ ഇപ്പോൾ പന്നി വളർത്തുന്നുണ്ട്. അവരൊക്കെ വളർത്തുന്ന ആ ജോലി വരെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടാണ് ഇവിടെ വളരെ പന്നി വളർത്തുന്നത്. പന്നി വളർത്തുന്നത് ലാഭകരമായ ഒരു കൃഷിയാണ്, ഒരു കുഴപ്പമില്ലാത്ത കൃഷിയാണ്. അതിൽ എത്ര പേര് വന്നാലും അത്രയും സന്തോഷമുള്ളൂ. കാരണം ഈ പന്നിയുടെ എന്ന് പറഞ്ഞിട്ടുണ്ട്, പന്നിയുടെ ഇറച്ചിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാംസം ചിലവാകുന്ന പന്നി ഇറച്ചിയാണ്. മറ്റ് ഇറച്ചികളല്ല, ലോകത്തിൽ ഏറ്റവും കൂടുതൽ. അതുപോലെ കൊളസ്ട്രോള് എല്ലാം കുറവുള്ളത്. ഈ പന്നി ഇറച്ചി പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. എന്നാൽ ഇപ്പം സുലഭമായിട്ട് മാനന്തവാടി തന്നെ നമുക്ക് കാണാം പല കടകളും ഇപ്പോൾ പുതിയതായിട്ട് ഇഷ്ടംപോലെ കടകളുണ്ട്. കോഴിക്കട പോലെ തന്നെ പന്നിക്കടകളുമുണ്ട്. അത് കേരളത്തിൽ മൊത്തം, അതെ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ മൊത്തം ഉണ്ട്, കൊടുക്കുന്നുണ്ട്. അപ്പോൾ എത്രയും ഇത് ഉണ്ടോ അത്രയും നല്ലതാണ്. അന്നേരം ഒരു 5 പന്നീനെ വളർത്താൻ ഒരു സർക്കാരിൻ്റെ ലൈസൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട, ആർക്കും വളർത്താം. ആർക്കും വളർത്തുന്നതിന് ഒരു കുഴപ്പമില്ല. എല്ലാവരും ഒരു 5 പന്നിയിലും വളർത്തി അതുകൊണ്ട് അതിൻ്റെ ലാഭം കണ്ടെത്തണം എന്നാണ് എനിക്ക് പറയാനുള്ള സന്ദേശം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതായിരുന്നു നമ്മുടെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങളത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ പ്രിയ സുഹൃത്ത് ജയ്ബിൻ സൈനിങ് ഔട്ട്.